ഞാൻ പഴയ ഒരു മിമിക്രിക്കാരനാണ്, ഇപ്പോഴും മിമിക്രിക്കാരനാണ്. അല്ല, പഴയെന്ന് പറഞ്ഞാൽ തോന്നും. പഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം. കുറച്ചു കാലം കഴിയുമ്പോഴും അല്ല, മിമിക്രി തന്നെ ചോദിക്കണമെന്നില്ല, ചോദ്യമായിട്ട് ചോദിച്ചാൽ മതി. എന്താ ചോദിക്കാനുള്ളത് പറയും. അതെ, മലയാളത്തിലെ ഹീറോയിസത്തെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. അതായത് ഇപ്പോൾ പണ്ട് കാലത്ത് മലയാളത്തിലുണ്ടായിരുന്ന സത്യം മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദിലീപേട്ടനെ പോലെ തന്നെയാണ്, പൊക്കം കുറവായിരുന്നു. പക്ഷേ പൊക്കം ഇല്ലെങ്കിലും അദ്ദേഹത്തിന് പൊക്കം ഉണ്ടെന്നുള്ളത് നമുക്ക് ഫ്രെയിമിൽ നോക്കി അറിയാൻ പറ്റും, കണ്ടിട്ടുണ്ടാവുമല്ലോ. അല്ല, സത്യമാഷിനെ പറ്റി പറഞ്ഞപ്പോ താങ്കൾ ദിലീപേട്ടന്റെ കൂട്ട് മിമിക്രി ചെയ്യുന്ന ആളെന്നല്ലേ പറഞ്ഞത്? അതെ. സത്യമാഷിനെ പറ്റി ഒന്ന് മിമിക്രി ചെയ്ത് കാണിക്കൂ. നിർബന്ധമാണ്? നിർബന്ധമാണ്. കാണിച്ചുതരാം. അതൊരു എൻ്റെ ഫ്രണ്ടിനോട് ഒരു പാട്ട് പാടിക്കാം. പാട്ട് പാടിച്ചിട്ട് അതിനൊപ്പം ഞാൻ കാണിച്ചു തരാം. അത് കാക്കത്തമ്പുരാട്ടി എന്നുള്ളൊരു പാട്ട്. ഇങ്ങോട്ട് കാണിക്കണം. അതല്ലെങ്കിൽ ഓഡിയൻസ് അവിടെയാണ് അങ്ങനെ കൂടുതൽ. വരും. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വീടേ കൂട്ടിനിണയില്ലേ കറുത്ത മൊഴിയല്ലേ കൂടെ വരൂ. ഓക്കേ. താങ്ക് യു. നമ്മുടെ നാട്ടുകാരൻ തന്നെ. താങ്ക്സ്. എന്താണ് പറഞ്ഞു വന്നത്? എന്താണ് അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സത്യൻ അദ്ദേഹത്തിൻ്റെ ഹീറോയിസം ഞാൻ പറഞ്ഞു. ഇപ്പോൾ അടുത്ത ആൾ വരുന്നത് പ്രേം നസീറാണ്. പ്രേം നസീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എവിടെ പെൺകുട്ടിയാണെ കണ്ടാലും ഓടിച്ചെന്ന് ഒരു സംഭവമുണ്ട് പുള്ളിയുടെ. ആ ഒരു മൈൻഡാണ് നമ്മുടെ എല്ലാവരും മനസ്സിലേക്ക് വരുന്നത്. ഈ സ്റ്റേജ് കഴിഞ്ഞ പിന്നെയാണ് മമ്മൂട്ടി മോഹൻലാലും നമ്മുടെ സംഭവത്തിലേക്ക് വരുന്നത്. അതായത് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വളരെ സീരിയസ് കാര്യങ്ങൾ മാത്രം നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ്. അതായത് പുള്ളി ഇങ്ങനെ കൈവത്തിയിട്ട് ചന്തുവിനെ തോപ്പിക്കാൻ ആവില്ല മക്കളെ വേണ്ടാ ആ സംഭവം പുള്ളി ചെയ്യുന്നു. അതായത് പുള്ളിയുടെ ഹീറോയിസം എല്ലാ പടങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. പുള്ളി അതിനുള്ള സൈസും കാര്യങ്ങളൊക്കെ ഉള്ള മനുഷ്യനാണ്. മോഹൻലാൽ നമുക്കറിയാം, ഏത് റോളും വളരെ നീറ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വേറൊരാൾ മറന്നുപോയി, പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന ഒരു നടനുണ്ട്. അതായത് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു നടനാണ് സുരേഷ് ഗോപി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഫുൾ ടൈം നടക്കുമ്പോൾ സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ടേ നടക്കുള്ളൂ. സിനിമയിലൂടെ നീളം ഇങ്ങനെ വന്നിട്ട്, അതായത് പുള്ളി ഒരു സ്റ്റെപ്പ് കണ്ടു കഴിഞ്ഞാൽ അപ്പം മുകളിലേക്ക് കയറിയിട്ട് താഴത്തേക്ക് ഇറങ്ങും. അതായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ ഫസ്റ്റ് ഷോട്ട് പുള്ളിക്ക് ഒരു സ്റ്റെപ്പിൽ നിന്നിട്ടാണ് കൊടുത്തതെന്നാണ് പറയണത്. അപ്പം അതുകൊണ്ട് ത്രൂ ഔട്ട് പുള്ളി അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുന്നത് ദിലീപേട്ടനാണ്. അപ്പോൾ ദിലീപേട്ടൻ്റെ പടങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിലീപേട്ടൻ സ്വന്തമായിട്ട് പല അബദ്ധങ്ങളും ചെയ്തിട്ടാണ് കോമഡി ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ല, സാധാരണ ഹീറോയിസം ചെയ്യാത്ത കാര്യങ്ങൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം കോമഡി ചെയ്യുന്നു. അതായത് അബദ്ധമാണെങ്കിലും അത് കോമഡിയാക്കി മാറ്റി ജനങ്ങളെ ചിരിപ്പിക്കുന്നു. വളരെ സീരിയസ് കാര്യങ്ങൾ പോലും കോമഡി ആയിട്ട് പറഞ്ഞ് ചിരിപ്പിക്കുന്നു. കാരണം അത് ഒന്നാമത്തെ കാര്യം, അത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണോ, അത് ദിലീപേട്ടന് എന്നാ സംഭവം അറിയാമോ? കാരണം ജനങ്ങൾ ഇതാണ് സ്വീകരിക്കുള്ളൂ എന്നുള്ളൊരു മൈൻഡ് ഉള്ളത് കൊണ്ടാണോ, അതോ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപിയുടെ അത്രയൊക്കെ സൈസ് ഇല്ലാത്തത് കൊണ്ടാണോ ദിലീപേട്ടൻ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് എനിക്കറിയാം. അല്ല, പേരെന്തായിരുന്നു? ഹാരിസ്. അപ്പോൾ ഹാരിസ് ചോദിച്ചതിൽ നിന്ന് നമുക്ക് ദിലീപേട്ട ഞാനത് കണക്ട് ചെയ്തൊരു കുറച്ച് ചോദ്യം ചോദിക്കുകയാണ്. ദിലീപേട്ടൻ ഇപ്പോൾ മലയാളത്തിൽ നായക സങ്കല്പത്തിലേക്ക് എത്തിയതിൽ മനസ്സിൽ ചില ചിന്തകളും ചില ലക്ഷ്യങ്ങളും ഉള്ളത് കൊണ്ടാണല്ലോ തീർച്ചയായും എത്തിയത്. അപ്പോൾ മറ്റുള്ളവർ നായക സ്ഥാനത്ത് പിടിച്ചു നിൽക്കുന്നതിനേക്കാൾ ഒരു വ്യത്യസ്തത ദിലീപേട്ടൻ നായക സ്ഥാനത്ത് പിടിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനെന്തോ ഒരു വേറൊരു ട്രാക്ക് യൂസ് ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ട്. അത് ശരിയാണോ? ഉണ്ടെങ്കിൽ അത് എന്ത് ട്രാക്കാണ് എന്നുള്ള കാര്യം അത് ഞാനിവിടെ പറഞ്ഞ എന്നെ പോലുള്ള ആൾക്കാരവിടെ വരില്ലേ? മലയാള സിനിമയിൽ ഞങ്ങൾ ഇയാൾക്ക് നല്ല കഴിവുണ്ട്. നാളെ ഇയാൾ ഇതേമാതിരി നമ്മളത് പറയാൻ പാടില്ല, ട്രേഡ് സീക്രട്ട്. ഞാൻ പറയണോ അത്? അല്ല, ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവരും ദിലീപേട്ടന് ഉറപ്പ് കൊടുക്കണം. പറഞ്ഞ ആ നമ്പർ ഉപയോഗിച്ച് നമ്മൾ ഇത്രയും പേരെ അല്ലാണ്ട് വേറെ ആരും അറിയരുത്. ആ ക്യാമറയൊക്കെ ഓഫ് ചെയ്തോ അല്ലേ? ഇല്ല, അങ്ങനെ വലിയ രഹസ്യങ്ങളൊന്നുമില്ല. ഇപ്പൊ പുള്ളി ഒരു കലാകാരനാണ്, പുള്ളിക്ക് നല്ല നല്ല ചാൻസുകൾ കിട്ടി. അല്ലെങ്കിൽ അതുപോലെ നല്ല നല്ല ചാൻസുകൾ കിട്ടിയതുകൊണ്ടാണ് ഈ സ്ഥാനത്ത് ഇപ്പോൾ എത്തിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ കയ്യടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. മിമിക്രി തുടങ്ങിയിരുന്ന കാലം മുതൽ, ഞാൻ കോമിക്കോളൊക്കെ ചെയ്തിരുന്ന കാലം മുതൽ ചിരിപ്പിക്കലായിരുന്നു മെയിൻ പണി. അന്ന് കൂടുതൽ കയ്യടി കിട്ടി. പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി. സിനിമയിൽ അഭിനയിച്ചപ്പോഴും ഇതേപോലെ എൻ്റെ പടങ്ങൾ കാണാൻ ആൾ വന്നു.
അങ്ങനെയൊക്കെയാണ് ഞാൻ അറിയാണ്ട് ഞാൻ പോലും അറിയാണ്ട് ഹീറോ ആയി പോയത്. ഞാൻ ചെയ്യുന്ന വേഷങ്ങൾ അതുപോലത്തെ വളരെ സാധാരണക്കാരുടെ ഇടയിലുള്ള വേഷങ്ങളാണ് കൂടുതൽ തിരഞ്ഞെടുക്കാറ്. എൻ്റെ രൂപത്തിനും ഭാവത്തിനൊക്കെ. CID മൂസയിൽ പോലും CID മൂസ എന്നുള്ള ഒരു CID ആയി മാറാനും അതല്ലെങ്കിൽ തൊഴിലില്ലാതെ നടക്കുന്ന ഒരു യുവാവായി മാറിയപ്പോഴും ഒക്കെ തന്നെ വളരെ സീരിയസ് കാര്യങ്ങൾ പോലും സീരിയസ് ആയി പ്രസൻറ്റ് ചെയ്യുകയും എന്നാൽ അതിൻ്റെ മറുഭാഗത്ത് നർമ്മം വളരെ രസകരമായി കൈകാര്യം ചെയ്യാൻ കഴിയുകയും ചെയ്തു. എങ്ങനെ ഇത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളൊരു CID മൂസ എന്ന ക്യാരക്ടറെ കുറച്ച് എല്ലാം ഓവറാക്കി ചെയ്യുന്ന ഒരാളാണ്. അയാൾ കുറച്ച് സ്റ്റൈലിഷായിട്ട് നടക്കുക. കാരണം അയാളുടെ ഒരു സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഓവറാക്കിയാൽ ആൾക്കാർ ശ്രദ്ധിക്കും എന്നാണ്. അപ്പോൾ ആ രീതിക്കുള്ള ആ പാറ്റേണാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ആ പടത്തിൽ.